ുമായി ഹൈക്കോടതി തീരുമാനം അറിയിക്കാൻ കേന്ദ്രത്തിന് ഹൈക്കോടതി സെപ്റ്റംബർ 10 വരെ സാവകാശം നൽകി. വായ്പാ എഴുതിത്തള്ളൽ ഏതുവരെ എത്തിയെന്ന് കോടതി ചോദിച്ചു. ചർച്ചകൾ നടക്കുകയാണ്. അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രത്തിന്റെ മറുപടി. അവസാനമായി ഒരവസരം കൂടി തരാമെന്നും കോടതി പറഞ്ഞു. ഷബ്ന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷബ്ന, ഈ വായ്പാ എഴുതിത്തള്ളലിൽ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കോടതി. വളരെ ശക്തമായ നിലപാട് നേരത്തെയും ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നതാണ്. ഇപ്പോഴും കേന്ദ്രത്തിന്റെ മെല്ലെപ്പോക്കിനെതിരെയുള്ള ഒരു വിമർശനമായി ഹൈക്കോടതിയുടെ ഈ നിലപാടിനെ കാണണം. എന്താണ് വിശദാംശങ്ങൾ? വയനാട് ദുരിതബാധിതരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് ഇന്നും പരിഗണിച്ചത്. ഈ ുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശം കേന്ദ്രത്തിന് നൽകിയിരുന്നതാണ്. ഇതിൽ സമയബന്ധിതമായി ഇതിന്റെ തീർപ്പ് കൽപ്പിക്കണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്രം പലതവണ ഇത്തരം നിലപാട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടും അതിൽ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ബെഞ്ച് വയനാട് ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ തീരുമാനം അറിയിക്കാൻ സെപ്റ്റംബർ 10 വരെ കേന്ദ്രത്തിന് സമയം നൽകിയിട്ടുണ്ട്. വായ്പ എഴുതിത്തള്ളൽ എവിടം വരെ എത്തി എന്ന് കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്ന ആദ്യ വേളയിൽ തന്നെ ചോദിക്കുകയും ചെയ്തു. ഇപ്പോഴും കേന്ദ്രം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുന്നു, കുറച്ച് സമയം കൂടി ആവശ്യമുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അവസാനമായി ഒരു സമയം കൂടി അനുവദിക്കുന്നു. സെപ്റ്റംബർ 10 ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. റൈറ്റ്, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്. അവസാനമായി ഒരൊറ്റ അവസരം കൂടി തരാം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ടുള്ള മെല്ലെപ്പോക്കിനെതിരെയാണ് കർശനമായ വാക്കുകളിലൂടെ ഹൈക്കോടതി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.